ശ്വേത വന്നതിന് ശേഷം സാബുവും ശ്വേത ഇരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ഗെയിമിനെ കുറിച്ചാണ് ശ്വേതയും സാബുവും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ജിൻഡോയും ജാസ്മിനായിരുന്നു. അവിടെ ഗെയിം വിലയിരുത്തിയിരുന്നത് സാബുവാണ്. എല്ലാം കേട്ടുകൊണ്ട് ശ്വേത അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ശ്വേത ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ജാസ്മിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്വേത വന്ന വഴിക്ക് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടെ സാബു പറയുന്നുണ്ട്, ജിൻഡോ ഒരു സൂപ്പർ ക്യാരക്ടറാണ്, അടിപൊളി പ്ലെയറാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നവിടെ പറയുന്നുണ്ട്. കൂടാതെ പറയുന്ന ഒരു കാര്യം, ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളാണ്, പിന്നെ ഭയങ്കര ഇതിൽ നിൽക്കുന്ന ഒരാളാണ്, വിനയൊക്കെ കൂടിയ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോയെ പൊക്കിയടിക്കുന്ന ഒരു ആളെ സാബുവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. ഇവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ജിൻഡോയ്ക്ക് ഒന്നും ചെയ്യാനില്ലാതെ ജിൻഡോ ഇരിക്കുകയായിരുന്നു. പക്ഷെ ജിൻഡോയ്ക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഇനി ജിൻഡോ അങ്ങ് ഗെയിം തുടങ്ങും എന്ന് പറയാണ് അവിടെ സാബു ഇരുന്നുകൊണ്ട്. എന്നിട്ട് സാബു പറയുന്ന മറ്റൊരു ഡയലോഗ് ഉണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും കൊടുത്തുമാണ് നിൽക്കുന്നത്. അവിടെ ജിൻഡോയും ജാസ്മിനും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടിയാണ്. പക്ഷേ രണ്ടെണ്ണം ബഹുരസാണ്, രണ്ടെണ്ണത്തിന്റെയും അടി കാണാനും സംസാരം കാണാനായിട്ടും. എന്ത് രസമായിട്ടാണ് അവർ കളിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ജാസ്മിനും അതുപോലെ ജിൻഡോയും ഒന്നിച്ചു നിന്നാൽ കളി വേറെ ലെവലാവും എന്നാണ് അവിടെ സാബു പറയുന്നത്. അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ വേറൊരു കളിക്ക് പ്രാധാന്യമില്ല. ബാക്കി എല്ലാ എണ്ണത്തിനെയും അടിച്ച് തരിപ്പണമാക്കി കളയാനുള്ള ശക്തി അവർ രണ്ടുപേരും ഒന്നിച്ചാൽ ഉണ്ടാകുമെന്നും അവിടെ സാബു ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ശ്വേത. എന്തായാലും ഇത്തവണ പവർ റൂമിലേക്ക് ജിൻഡോയെ കയറ്റണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യവും. അതാണ് സാബു അവിടെ നിന്ന് ശ്വേതയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. ഇത്തവണ ആ പവർ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ ഒന്നിനും കൊള്ളില്ല, അവരെ പുറത്തിറക്കിക്കൊണ്ട് ജിൻഡോയെ അവിടേക്ക് കയറ്റണം, എന്നാലേ കളി മുറുകുള്ളൂ, കളി രസാവുള്ളൂ. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി തന്നെയാണ് അവിടെ ഡെൻ റൂമിൽ കൊണ്ടുവന്ന് ആ മാണിക്യകല്ല് ഒളിപ്പിച്ചതും ഡെൻ റൂമാണ് തനിക്ക് വേണ്ടതെന്ന് അവിടെ ശ്വേത പറഞ്ഞതും. സത്യത്തിൽ ഡെന്നാണ് അവരുടെ ടാർഗറ്റ് മീൻസ് ഡെന്നിനെ പവർ റൂമിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ജിൻഡോയും ജാസ്മിനും അവിടുത്തെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണെന്നാണ് അവിടെ രണ്ടുപേരും പറഞ്ഞത്. സാബു ആണെങ്കിലും ശ്വേതയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് അവിടെ ജാസ്മിനെ കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ജാസ്മിന് വേണ്ടിയിട്ട് ഒരു പുതിയ ക്യാരക്ടർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജീൻസിലെ പാട്ട് വെച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാനായിട്ട് ശ്വേത അവിടെ കൊടുത്തതും. പക്ഷെ ആ ഡാൻസിന്റെ പേരിലാണ് പിന്നീട് അവിടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായത്. ആ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് പോലും ശ്വേത അവിടെ വന്ന് ആശ്വസിപ്പിച്ചത് ജാസ്മിനെയായിരുന്നു. ജാസ്മിന്റെ അടുത്ത് കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ അടുത്തേക്കാണ് ശ്വേത വന്നത്. അതുപോലെ തന്നെ ജാസ്മിനെ സമാധാനിപ്പിക്കാൻ തന്നെയാണ് സാബു അവിടെ ശ്രമിച്ചതും. എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്കും അവിടെ വീട്ടിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ പുറത്തോ, വീട്ടിൽ വന്നതിന് ശേഷമാണെന്നാണ് സാബു പറഞ്ഞത്. ജിൻഡോയുടെ ഗെയിം അപാര ഗെയിം ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പവർ റൂമിലുള്ളവർ ജിൻഡോനെ എന്റെ അടുത്തേക്ക് വിടുന്നു പോലുമില്ല എന്നാണ് സാബു പറഞ്ഞത്. എന്റെ അടുത്തേക്ക് ജിൻഡോ വന്നു കഴിഞ്ഞാൽ പവർ റൂമിലുള്ളവർ അപ്പൊ തന്നെ മാറ്റും, എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പാടില്ല, എന്റെ അടുത്ത് കൂടുതൽ വന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പവർ റൂം ജിൻഡോയെ എന്റെ അടുത്തേക്ക് വരാതെ പരമാവധി നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജിൻഡോന്റെ ഗെയിം എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു ശ്രമമാണോ അതോ ജിൻഡോയോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണോ അവരിങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ജിൻഡോന്റെ ഗെയിം കണ്ട് അത്രയ്ക്കും ആകൃഷ്ടനായി സാബു എന്നാണ് സാബു പറയുന്നത്. അതുപോലെ തന്നെ അത് ജാസ്മിന്റെ ഗെയിമും, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്ത് നിൽക്കാനുള്ള കഴിവ് ആ വീട്ടിലുള്ളത്. ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രഭമാവും ബാക്കിയുള്ളവർ എന്നും അവിടെ സാബു എടുത്തു പറയുന്നുണ്ട് ജിൻഡോന്റെയും ജാസ്മിന്റെയും ഗെയിമിനെ കുറിച്ച്. അത് ശ്വേതയും ശരിവെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഒരു ഡെൻ ടീം പവർ റൂമിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്.